ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ശ്രുതിനാണ്. അപ്പൊ ശ്രുതി പറയുകയാണ്, നിന്ന് ജോലി ചെയ്യുന്നത് അത്രയ്ക്ക് സിമ്പിൾ ഒന്നും അല്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ, ഇവൻ ആകെ അറിയാവുന്ന പണി ഡ്രൈവിംഗ്, അവൻ അതിനെക്കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ, അവന് വേറെ ഒരു ജോലി അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, എന്റെ പൊന്നു ചന്ദ്രേ, ഡ്രൈവിങ്ങിന് എന്താണ് ഇത്ര കുറവ്? ദേ, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ജോലി ഒരു തരത്തിൽ ഡ്രൈവിംഗ് തന്നെയാ. എന്ത് ശ്രദ്ധ വേണമെന്നറിയാമോ? ഒരാളുടെ ജീവൻ, ഡോക്ടറുടെ കൈകളിൽ ഒരാളുടെ ജീവൻ സുരക്ഷിതമാണെന്ന് പറയുന്നത് പോലെ ഒരു ഡ്രൈവറുടെ കയ്യിലും ഒരാളുടെ ജീവിതം സുരക്ഷിതമാണെന്നൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത്, ദേ നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി, കഴിക്കാൻ പോകുമെന്നോ? വേണ്ട 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 ശ്രുതി, ഇപ്പൊ കഴിക്കണ്ട, ഞാനേ ABC ജ്യൂസ് ഉണ്ടാക്കി തരാം. ABC ജ്യൂസോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഞെട്ടിപ്പോയി. ABC ജ്യൂസോ? അപ്പോഴാണ് സച്ചി ചോദിക്കുന്നത്, രേവതി നിനക്കറിയാമോ ഈ ABC ജ്യൂസ് എന്താണെന്ന്? ഇല്ല, എനിക്കറിയില്ല ABC ജ്യൂസ് എന്താണെന്ന്. അതെങ്ങനെ അവക്കറിയാം, അവക്ക് നല്ല പഠിപ്പുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് ചന്ദ്ര. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ആ സച്ചി പറഞ്ഞു, ABC ജ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല, പക്ഷെ ഈ ABCD ഒക്കെ അറിയണമെങ്കിൽ ഒത്തിരി വലിയ പഠിപ്പ് വേണോ എന്ന് ചോദിച്ചപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അല്ല മോളെ, എന്താ മോളെ ABC ജ്യൂസ് എന്ന് പറഞ്ഞാൽ? അത് പിന്നെ അച്ഛാ, ABC ജ്യൂസ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടിയ ഒരു ജ്യൂസാന്ന് പറഞ്ഞപ്പോ, പിന്നെ അതാണോ ഇത്ര വലിയ ജ്യൂസ്? കേട്ട് കഴിഞ്ഞപ്പോ ഓർത്തു ഏതാണ്ട് വലിയ ജ്യൂസാണെന്ന് ഓർത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി പൂരി കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അതേ ശ്രുതി, എണീറ്റേ ബാ, പോ, നമുക്ക് ജ്യൂസ് കഴിച്ചാൽ മതി, ഇതേ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഫുഡാന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, എങ്കിൽ പിന്നെ എനിക്കും ഇന്ന് മുതൽ ആ ഫുഡ് മതി മോളെ, എങ്കിൽ പിന്നെ എനിക്കൊരു ABC ജ്യൂസ് എടുത്തോ. അപ്പൊ ചന്ദ്ര, നിനക്ക് പൂരി വേണ്ടേ? അയ്യേ, എനിക്ക് വേണ്ട, പൂരി കഴിച്ചാലേ അസിഡിറ്റി വരും. അതേതായാലും നന്നായി മോളെ, ഒരു കാര്യം ചെയ്യാം, അച്ഛനും കൂടി ഇവർക്ക് കഴിക്കാനുള്ള പൂരി എടുത്തോ. ഏതായാലും ഇവർക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്, അച്ഛന് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയോട് പറഞ്ഞു പൂരിയൊക്കെ ഇങ്ങനെ വിളമ്പിച്ചിടുകയാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ ചന്ദ്ര ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ. ചന്ദ്രയ്ക്ക് കഴിക്കണം എന്നുണ്ട്, പക്ഷേ തന്റെ പ്രിയപ്പെട്ട മരുമകൾ ഉണ്ടാക്കി ABC ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ എന്ന്. ഏതായാലും അങ്ങനെ ഓർത്തിരിക്കുകയാണ്. ഇതേ സമയം കാണിക്കുന്ന അടുക്കളയാണ്. അടുക്കളയിൽ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കട്ട് ചെയ്ത് ആ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ. അപ്പൊ തൊട്ടടുത്തിരുന്ന് നമ്മുടെ ശ്രുതി വെച്ചു, മേ ഐ ഹെൽപ്പ് യു? ഒന്നും വേണ്ട, ഒരു 2 മിനിറ്റ്, ഞാൻ ഇപ്പൊ ജ്യൂസ് ഉണ്ടാക്കി തരാം, ഇത് കുടിച്ചാല് നല്ല എനർജറ്റിക് ആവും. അതായിരിക്കുമല്ലേ നിന്റെ എനർജിയുടെ രഹസ്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ, അത് തന്നെ എന്റെ എനർജിയുടെ രഹസ്യം എന്ന് പറഞ്ഞു. ഇതേ സമയം തീന്മേശയിലിരുന്ന് അവരെല്ലാരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛമ്മ പറഞ്ഞു, ദേ എന്റെ പൊന്ന് രവി വന്ന് കയറിയതേ ഉള്ളൂ, അവൾ ഈ വീട്ടിൽ 2 അടുക്കള ഉണ്ടാക്കുവോ? ദേ അവക്ക് പൂരി വേണ്ടെന്നല്ലേ പറഞ്ഞത്, അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കട്ടെ, നമുക്ക് എന്താ പ്രശ്നം, അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവർ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഇതേ സമയം നമ്മുടെ അച്ഛമ്മ രവീന്ദ്രനും എണീറ്റ് പോയിട്ടോ. പിന്നെ രേവതി സച്ചി ഉള്ളൂ. രേവതി സച്ചി അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കണം. അപ്പോഴത്തേക്കാണ് ABC ജ്യൂസ് ഉണ്ടാക്കുന്നത് പിന്നെയും കാണിക്കുന്നത്. അങ്ങനെ ABC ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി ഒരു 3 ഗ്ലാസ്സിലായിട്ട് നമ്മുടെ ശ്രുതി എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ABC ജ്യൂസ് കണ്ട ഉടനെ തന്നെ കുറച്ച് കളർഫുൾ ഒക്കെ ആണല്ലോ. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അതേ ശ്രുതി, ഇത് നന്നായിട്ടുണ്ട് കേട്ടോ, അത് കുടിച്ചിട്ടല്ലേ പറയേണ്ടത്, അല്ല കണ്ടപ്പോഴും നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്രയും വന്നു. ചന്ദ്ര വന്നിട്ട് പറഞ്ഞു, ABC ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞോ? എങ്കിൽ ബാ, നമുക്ക് അവരുടെ മുമ്പിൽ പോയിരുന്ന് കുടിക്കാം, അവരിതുവരെ ABC ജ്യൂസ് കണ്ടിട്ട് പോലുമില്ല, നമുക്കൊന്ന് കാണിക്കണമല്ലോ എന്ന് പറഞ്ഞ് നേരെ അവരുടെ മുമ്പിലേക്ക് പോവാണ് കേട്ടോ ABC ജ്യൂസ് കുടിക്കാൻ. ഏതായാലും അവിടെ നമ്മുടെ സച്ചി രേവതി ഉണ്ടായിരുന്നു. സച്ചിയും രേവതിയും കണ്ട ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര ABCD ജ്യൂസ് ഒന്നും കണ്ടിട്ടില്ലാത്തത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അമ്മേ ABCD ജ്യൂസ് അല്ല, ABC ജ്യൂസ്. ABC ജ്യൂസ്, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മയും രവീന്ദ്രനും കൂടെ വന്നു കേട്ടോ. ഏതായാലും നമ്മുടെ ചന്ദ്ര അതങ്ങ് വായിൽ വെച്ച് കുടിക്കാൻ തുടങ്ങിയതും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങണ്ടേ, എങ്ങനെ ഇറങ്ങാനാ, അത്രമാത്രം ടേസ്റ്റുമാണ്. അല്ലെങ്കിൽ ഹെൽത്തി ഫുഡിന് നല്ല ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ പാടുപെട്ട് നമ്മുടെ ചന്ദ്ര അത് കുടിച്ചിറക്കാൻ പെടുന്ന പാട് എന്താണെന്ന് സച്ചിക്കും രേവതിക്കും അച്ഛമ്മയ്ക്കും രവീന്ദ്രനും കാര്യം പിടികിട്ടി. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട്, കൊള്ളാമോ ആന്റി? കൊള്ളാം മോളെ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതി ചോദിച്ചു, ശ്രുതി എങ്ങനെയുണ്ട്? പിന്നെ എക്സലന്റ്, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും ശ്രുതിനെ കണ്ടാലും അറിയാം ABC ജ്യൂസ് കുടിച്ചിറക്കേണ്ട പാട് എങ്ങനെയാന്ന്. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, രേവതി പൂരി മസാല സൂപ്പറാ, 3 നേരം കഴിക്കാൻ തോന്നും. ഇവിടെ ഒരു മത്സരം വെച്ച നിനക്കായിരിക്കും ഫസ്റ്റ് എന്ന് പറയുമ്പോ അച്ഛമ്മ പറഞ്ഞു, അത് ഉറപ്പല്ലേ, പിന്നെ രേവതി മോൾക്കല്ലായിരിക്കോ ഫസ്റ്റ്?
ഹാ, അതൊക്കെ കഴിക്കാനും വേണം ഒരു ഭാഗ്യമേ. ഇവിടെ ABC ജ്യൂസൊക്കെ ഉണ്ടല്ലോ ചിലർക്ക്. കഴിക്കട്ടെ കഴിക്കട്ടെ, രുചിയുള്ള ഭക്ഷണം വേണ്ടാന്ന് വെച്ച് ദേ ആട് കലക്കവെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുന്ന കണ്ടില്ലേ? മുഖത്തുണ്ടല്ലോ അതിന് നല്ല ടേസ്റ്റ് ആണെന്ന്. രേവതിയേ, ഡീ ദേ ഒന്നിങ്ങ് വന്നേ, ഒരു സൂത്രം കാണിച്ചു തരാന്ന് പറഞ്ഞു. ഏതായാലും രേവതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു. എന്താ എന്താ? പൂരി മസാല, അത് ഉഗ്രനായിട്ടുണ്ട്. ദേ ഇനിയുണ്ടല്ലോ എന്നും പൂരി മസാല ഉണ്ടാക്കിക്കോ. ഏതായാലും ഇവർക്കാർക്കും വേണ്ടെന്നല്ലേ പറഞ്ഞത്, നമുക്ക് ആസ്വദിച്ചിരുന്ന് കഴിക്കാം എന്നിങ്ങനെ പറഞ്ഞു. ഇത്രയും കേട്ട ഉടനെ തന്നെ നമ്മുടെ രേവതി അങ്ങ് പോയിട്ടോ. രേവതി മാത്രമല്ല ബാക്കി എല്ലാവരും പോയി. പിന്നെ അവിടെ ഉള്ളത് ശ്രുതിയും ചന്ദ്രയാണ്. അപ്പൊ ശ്രുതി പറഞ്ഞു, അല്ല സച്ചിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ രേവതിനെ? പിന്നെ മോളെന്താ വിചാരിച്ചത്? ദേ ഇന്ന് അവളെ തലയിലെടുത്ത് വെച്ച് ഡാൻസ് ആടും, നാളെ തറയിലിട്ട് എല്ലൊടിക്കും. അതാ അവന്റെ സ്വഭാവം. അവളുടെ അച്ഛനും അച്ഛമ്മയും പറഞ്ഞാൽ കേൾക്കും. അവന്റെ അച്ഛനും അച്ഛമ്മയും പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ, വേറെ ആരെയും അനുസരിക്കില്ല. അല്ല രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ട നല്ല ക്ലോസ് ആണെന്ന് തോന്നും. അല്ല അവരുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും നടന്നില്ലല്ലേ? അത് വിടുമോളെ, എന്തിനു നമ്മൾ അവരെ കുറിച്ച് സംസാരിച്ച് സമയം കളയുന്നത്? ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല, ഞാൻ സംസാരിക്കാറും ഇല്ല. ദേ നീയും ശ്രുതിയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാ മതി എനിക്ക്. ഈ അമ്മ അതാട്ടോ ആഗ്രഹിക്കുന്നത്, അമ്മയ്ക്ക് അത് മാത്രം മതി എന്ന് പറഞ്ഞു. ഏതായാലും ഇത് രേവതി മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. കേട്ട് കഴിയുമ്പോൾ രേവതിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു, അമ്മേ ബാ നമുക്ക് ക്ഷേത്രത്തിൽ പോകണം. ഏതായാലും അമ്മ നാട്ടിൽ പോകുന്നുണ്ട്, അമ്മേനെ യാത്രയാക്കിയതിന് ശേഷം നമുക്ക് പോകാം. സമാധാനമായി. ഇനി കുറച്ച് ദിവസത്തേന് അവരുടെ കണ്ണുരുട്ടിൽ കാണണ്ടല്ലോ, അതോർത്തിട്ടാ ഒരു ആശ്വാസം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ രേവതി കേൾക്കുന്നുണ്ട് കേട്ടോ നിന്ന്. ഏതായാലും രേവതി ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളയിലേക്ക് അങ്ങ് കയറി പോയിട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ രവീന്ദ്രനെയും അതുപോലെ അച്ഛമ്മേനെയാണ്. അങ്ങനെ അച്ഛമ്മ ചോദിച്ചു, അല്ല രവി എത്ര മണിക്കാ ബസ്? ദേ 1 മണിക്കൂർ കൂടി ഉള്ളൂ, ബാ നമുക്ക് പോകാന്ന് പറഞ്ഞപ്പം രേവതി വന്നിട്ട് പറഞ്ഞു, അച്ഛമ്മ ഇപ്പൊ പോണോ അച്ഛമ്മേ? കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? അതൊന്നും പറ്റില്ല മോളെ, പോയേ പറ്റൂ. എല്ലാം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. മണ്ണാണ് അമ്മയുടെ ജീവിതവും ജീവനും ഒക്കെ. പിന്നെ വന്ന കാര്യം സാധിച്ചില്ലാത്ത വിഷമം ഉണ്ട് കേട്ടോ ഈ അച്ഛമ്മയ്ക്ക്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അല്ലമ്മേ താലിമാറ്റൽ ചടങ്ങ് നടന്നല്ലോ. അല്ലടാ രവി, ശാന്തി മുഹൂർത്തം നടന്നില്ലല്ലോ, അത് പ്രതീക്ഷിച്ച ഞാൻ സത്യം പറഞ്ഞാ വന്നത്. അടുത്ത് തന്നെ ഒരു നാള് കുറിക്കണം രവി, അത് ഉടനെ തന്നെ നടത്തണം. അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ 2 or 3 പ്രാവശ്യം മുടങ്ങിയില്ലേ, ഏതായാലും ഇനി മുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും സച്ചി വന്നിട്ട് പറഞ്ഞു, അച്ഛമ്മേ ബാ അച്ഛമ്മേ, ഞാൻ പോവോ, ഞാൻ കാറി കൊണ്ടുവിടാം. അതൊന്നും വേണ്ടടാ, എന്നിതേ ഈ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിട്ടാ മതി. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, തീരുമാനിച്ചതാണല്ലോ. ആ ബാഗ് ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ആ ബാഗും മേടിച്ച് കാറിനകത്തേക്ക് വെക്കാൻ പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ട ഉടനെ അച്ഛമ്മ പറഞ്ഞു, മോളെ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അവിടെ വേറെ ആരുടെ മുഖത്ത് ആ ഒരു സങ്കടം ഇല്ല കേട്ടോ, നമ്മുടെ രേവതിക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ അച്ഛമ്മ പറഞ്ഞു, ദേ മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ധൈര്യമായിട്ടിരിക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛമ്മേനെ ഫോൺ ചെയ്താൽ മതി, അച്ഛമ്മ ഇവിടെ എത്തില്ലേ? ശരി അച്ഛമ്മയെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ അച്ഛമ്മ പോകാൻ നേരത്തെ, ചന്ദ്രേ എടി പോവാട്ടോടി എന്ന് പറഞ്ഞു. അല്ല ഇനി എപ്പോഴാ അമ്മ ഇങ്ങോട്ട് വരുന്നത്? രേവതി മോള് വിളിക്കുന്നത് എപ്പോഴാണോ അപ്പൊ തന്നെ വരും. ശ്രുതി ഞാൻ പോവുകയാണ് കേട്ടോ, വരട്ടെ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ അങ്ങ് ഇറങ്ങുകയാണ്. മനസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഡു പൊട്ടിക്കൊണ്ടിരിക്കുക ചന്ദ്രയുടെ. ഇനിയിപ്പൊ ചന്ദ്രയുടെ ലോകമാണല്ലോ അവിടെ. പക്ഷെ നമ്മുടെ രേവതി ഓടിച്ചെന്ന് വീണ്ടും അച്ഛമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് കരയാണ് കേട്ടോ പോകുന്നതിന് മുമ്പ്. അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, എന്താ മോളെ ഇത്, അച്ഛമ്മ പറഞ്ഞില്ലേ നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അച്ഛമ്മ ഇവിടെ എത്തും, പിന്നെ മോൾ എന്തിനാ കരയുന്നത്? അച്ഛമ്മ ഇവിടെ ഉണ്ടെന്ന് മാത്രം മോൾ ഓർത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ ഫോൺ ഉള്ളപ്പം ഇപ്പൊ എപ്പോഴും വിളിക്കാൻ പറ്റില്ലേ, പിന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞതേ നിങ്ങൾ കരഞ്ഞോണ്ട് നിൽക്കാതെ ബാ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞ് രവീന്ദ്രൻ അച്ഛമ്മേനെ വിളിച്ചോണ്ട് അങ്ങ് പോവുകയാണ്. ഇവരങ്ങ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ലമ്മ ഇനി ക്ഷേത്രത്തിൽ പോണോ? വൈകിയില്ലേ, സമയം ഇത്ര ആയില്ലേ? പിന്നെ ക്ഷേത്രത്തിലെ പോണോന്നോ? എടാ പോണം, നടയൊന്നും അടയ്ക്കാറായില്ല എന്ന് പറഞ്ഞു. അപ്പൊ രേവതി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അതെ ആവശ്യമില്ലാതെ അച്ഛമ്മേനെ അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങള് പോയിട്ട് വരുമ്പം ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കണം. അല്ല ശ്രുതിക്ക് എന്താ വേണ്ടത്? എനിക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് മതി, കേട്ടല്ലേ പറഞ്ഞത്, അതിവിടെ ഉണ്ടാക്കി വെച്ചേക്കണം എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതിക്ക് അറിയാമോന്നൊന്നും അറിയില്ല കേട്ടോ. അവര് വണ്ടിയിൽ പോയി. പിന്നെ നമ്മുടെ രേവതി മാത്രം ഒറ്റയ്ക്ക് ആ വീട്ടിലുള്ളൂ. രവീന്ദ്രനും അച്ഛമ്മയും ശ്രുതിയും കാറിലും അങ്ങ് പോയി അച്ഛമ്മേനെ കൊണ്ടുവിടാന്. ഇവര് അമ്പലത്തിലും പോയല്ലോ. പിന്നെ നമ്മുടെ രേവതി മാത്രമാണ് ഉള്ളത്. പിന്നെ അമ്പലമാണ് കാണിക്കുന്നത്. അമ്പലത്തിലാണെങ്കിൽ ഭാമ കാത്തു നിൽക്കുക. അങ്ങനെ ഭാമ പറഞ്ഞു, നീ എത്ര നേരമായിട്ടാ വരുന്നത് നോക്കി ഞാനിവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? എടി നീ എന്തിനാടി ഇത്ര ദേഷ്യപ്പെടുന്നത്? ഇവര് കല്യാണം കഴിഞ്ഞവരല്ലേ, ചിലപ്പോൾ ഇച്ചിരി മുന്നോട്ടൊക്കെ പോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി
ഇവർ രണ്ടുപേരും ഉറങ്ങി എണീറ്റോ എന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നല്ലേ? ആ, അത് മതിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതി വന്നതും നമ്മുടെ ഭാമ പറഞ്ഞു, ഏതായാലും ശ്രുതി, നിനക്ക് നീ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടിയില്ലേ, നല്ലൊരു ഭർത്താവിനെയും അമ്മായിയമ്മേനെയും ഒക്കെ കിട്ടി. ഏതായാലും എന്റെ വക എല്ലാവിധ ആശംസകളെന്ന് ഭാമ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, താങ്ക്സ് ആന്റി, ആന്റി പറഞ്ഞത് ശരിയാ, എനിക്ക് അമ്മയെപ്പോലൊരു അമ്മായിയമ്മേനെ കിട്ടി, അതുപോലെ തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയും. അതിന് ഞാൻ ആന്റിയോടല്ലേ നന്ദി പറയേണ്ടത്? എന്തിനാ മോളെ എന്നോട് നന്ദി പറയേണ്ടത്? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നീ എനിക്ക് എന്റെ മോളെ പോലെ തന്നെയാ, അതുകൊണ്ട് നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയാമോ? എന്തോ ഞാൻ കാരണമാണല്ലോ മോൾക്ക് ഇതൊക്കെ കിട്ടിയതെന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. അല്ല ചന്ദ്രേ, എന്താ രവിയേട്ട വരാതിരുന്നത്? ആ വരൂടി, രവിയേട്ടന് അമ്മേനെ ബസ് കയറ്റി വിടാൻ വേണ്ടി പോയതാ. ഓ, വെറുതെ അല്ല നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം, അമ്മായിയമ്മ നാട്ടിൽ പോയല്ലേ? ആ അതെ അതെ, എന്നെ പിടിച്ചു കെട്ടാൻ വേണ്ടിയല്ലേ വന്നത്? അനങ്ങിയ കുറ്റം, നിന്ന കുറ്റം, എന്ത് ചെയ്താലും കുറ്റം. സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴാ ഭാമേ സമാധാനമായത്. അവരെ എന്നെ വെറും മരുമകളായിട്ട് മാത്രമായിട്ടാ കാണുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഈ നിൽക്കുന്ന ശ്രുതിനെ ഞാൻ മകളായിട്ടാ കാണുന്നത്. ഞാൻ അതുപോലൊരു അമ്മായിയമ്മ അല്ലായിരിക്കും എന്നും സ്നേഹമുള്ള ഒരു അമ്മായിയമ്മ. അപ്പം ഭാമ മനസ്സിൽ മലേഷ്യയിൽ നിന്ന് സ്വത്ത് വരൂലോ, അതാ ഇത്ര സോപ്പിങ് എന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഏതായാലും എനിക്ക് എല്ലാ ആഗ്രഹങ്ങളും സഫലമായി. ഇനി എന്റെ മോനൊരു നല്ല ജോലിയും കൂടെ കിട്ടി ഇവർക്കൊരു കുഞ്ഞിക്കാലം ഉണ്ടാകുന്നത് കണ്ടാല് എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന്. ഇപ്പൊ ഭാമ പറഞ്ഞു, എന്ത് പറ്റി? ജോലിയുടെ കാര്യം പറഞ്ഞപ്പോ ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, അതേ ശ്രുതി, പെട്ടെന്ന് തന്നെ ശ്രുതിക്കൊരു ജോലി കണ്ടുപിടിച്ച് കൊടുക്കണം കേട്ടോ. ഓഹോ, അപ്പൊ ഇത് പറയാനാണോ രണ്ടുപേരും കൂടെ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത്? ജോലിക്കാര്യം പറയാനാണോ എന്ന് ഇങ്ങനെ ചോദിച്ചു. ബാ ശ്രുതി, നമുക്ക് പോയി തൊഴാൻ പോകാന്ന് പറയുമ്പം ഭാമ പറഞ്ഞു, നിക്ക്. അതെ, നിങ്ങളിപ്പോ ഇവിടെ കയറരുത്, അവിടെ ഒരു ചെറിയൊരു തൊഴുത സ്ഥലമുണ്ട്, അവിടെയാണ് കല്യാണം കഴിച്ചവർ ആദ്യം തൊഴേണ്ടത്. അവിടെ തൊഴുതിട്ട് നിങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി കേട്ടോ. ഇവരുടെ പുറകെ ചന്ദ്ര പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഭാമ പറഞ്ഞു, എടി നിക്കടി, അവിടെ നിന്റെ കല്യാണം ഈട വല്ലതാണോ കഴിഞ്ഞത്? അവര് പോയിട്ട് വരട്ടെ, അപ്പൊ നമുക്ക് റെസിപ്റ്റ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് ചന്ദ്രനെ വിളിച്ചുകൊണ്ട് ഭാമ അങ്ങ് പോവാണ്. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ സച്ചിനാണ് കേട്ടോ. സച്ചി എന്തോ അച്ചമ്മേനൊക്കെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വീട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഓരോ പണികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. സച്ചി വന്നതും പറഞ്ഞു, അതെ നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞു. എന്തിന്? എവിടേക്ക് പോകാനാന്ന് പറഞ്ഞാൽ നീ വരത്തുള്ളൂ, നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതിക്ക് സന്തോഷമായിട്ടോ, കാരണം അങ്ങനെയൊന്നും ഒരവസരം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ നേരെ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി, ഡ്രസ്സ് മാറിയിട്ടൊക്കെ ഇറങ്ങി വന്നു. പിന്നെ ഇവര് വണ്ടി പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പം വണ്ടി പോകുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ രേവതിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല ഇത് എങ്ങോട്ടാ സച്ചി കൊണ്ടുപോകുന്നത് എന്ന്. അങ്ങനെ സച്ചിയോട് ചോദിച്ചു, അല്ല എന്നെയും കൂട്ടി ഇത് എങ്ങോട്ടാ പോകുന്നത്? എത്ര തവണയായിട്ടാ ഞാൻ ചോദിക്കുന്നത്, ഇതെന്താ ഒരു മറുപടി ഇതുവരെ പറയാത്തത്? അത് പിന്നെ അതെ, ഞാനൊരു കാര്യം പറയട്ടെ, വീട്ടിൽ ഒരുപാട് ജോലി കിടപ്പുണ്ട്, സമയം പൊക്കോണ്ടിരിക്കുക. ഇനിയിപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറയില്ലേ? നീ എന്തിനാ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്? അവർക്ക് വേണേ അവരുണ്ടാക്കി കഴിച്ചോളല്ലേ? പിന്നെ മിക്കവാറും ഇപ്പം തന്നെ ഉണ്ടാക്കും കഴിക്കും. എവിടേക്കാ പോകുന്നതെന്നൊന്ന് പറ. അതെ, ഞാന് ഫൈനാൻസറിനെ കാണാൻ പോവാ, വണ്ടിയുടെ വാടക കാശ് കൊടുക്കാൻ. അതിനെന്തിനാ ഞാൻ വരുന്നത്? അത് നിങ്ങൾക്ക് കൊടുത്താൽ പോരെ? അതെ, എൻ്റെ കയ്യിൽ മുഴുവൻ കാശില്ല, കുറച്ചേ ഉള്ളൂ. ഓഹോ, അവര് വഴക്ക് പറയില്ലേ? അപ്പം അത് കേൾക്കാനല്ല എന്നെയും കൊണ്ട് പോകുന്നത്. അതെ, ഓഫീസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും പ്രശ്നമാകും. പിന്നെ അമ്പലത്തിൽ അയാൾ ഇന്ന് വരും. അപ്പം അയാൾ അമ്പലത്തിൽ വരുമ്പം നമുക്ക് പൈസ കൊടുക്കാം. എല്ലാ മാസം 1-ാം തീയതി അയാള് ക്ഷേത്രത്തിൽ വന്ന് ഉരുളും. ക്ഷേത്രത്തിന് ചുറ്റും കിടന്ന് ഉരുളൂലേ? ശയന പ്രദക്ഷിണമായിരിക്കുമല്ലോ ഉദ്ദേശിച്ചത്. അത് തന്നെ. എല്ലാ ദിവസവും കാശ് കൊടുക്കാനുള്ളവരുടെ നേരെ കുറച്ച് ചാടുന്ന അയാളുണ്ടല്ലോ, ഈ ഒരു ദിവസം എന്നും ശാന്തനായിരിക്കും. മുഴുവൻ കാശും കൊടുത്തില്ലെങ്കിലും വഴക്കൊന്നും പറയില്ല. അതുകൊണ്ട് മുഴുവൻ കാശ് കയ്യിലില്ലാത്ത പലരും 1-ാം തീയതി ക്ഷേത്രത്തിൽ ചെന്നാണ് പൈസ കൊടുക്കുന്നത്. ഓഹോ, കൊള്ളാലോ, അപ്പം ബുദ്ധിപരമായിട്ട് എന്നെ വിളിച്ചോണ്ട് വന്നാണല്ലേ എന്ന് ചോദിച്ചു. ഏതായാലും ഇതേ സമയത്ത് ആ ഫൈനാൻസറിനെ കാണിക്കുകയാണ്. ഫൈനാൻസർ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോവാണ് കേട്ടോ. ഇതേ സമയം കുറെ പേര് ചുറ്റും നിപ്പുണ്ട്. അപ്പൊ ചുറ്റും നിൽക്കുന്നു. പൈസ ഒരു എന്താ പറയാ, ഒരു അസിസ്റ്റന്റ് മേടിക്കുന്നു. അപ്പം ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ സച്ചി രേവതിയോട് പറയാ, അതെ ആ ഫൈനാൻസറിന്റെ കയ്യിൽ നീ പൈസ കൊടുക്കണം. അല്ല
പിന്നെ ഇതിന് ഞാൻ പൈസ കൊടുക്കുന്ന അയാൾ ശാന്തനായിരിക്കില്ലേ? പിന്നെ അയാൾ ഇപ്പൊ ഒന്നും പറയില്ല, ചിലപ്പോൾ ഓഫീസിൽ ചെന്ന് എന്നെ വിളിച്ച് വഴക്ക് പറയും. അപ്പൊ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അത് വലിയ പ്രശ്നമാകും. ഇനിയിപ്പോ അടുത്ത് പോലീസ് സ്റ്റേഷനിലൊന്നും കയറാൻ എനിക്ക് വിരോധം അല്ല, എനിക്ക് താല്പര്യമില്ല. അല്ല, ഞാൻ കാശ് കൊടുത്താലും പിന്നീട് നിങ്ങളെ വിളിക്കില്ലേ അയാള്? ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണം. മൈസൂർ ട്രിപ്പ് പോയിരിക്കുക, കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ വരത്തുള്ളെന്ന് പറഞ്ഞാൽ മതി. പിന്നെ അയാൾ വിളിക്കില്ല. ഓ, പഠിച്ച കള്ളനാണല്ലേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും കള്ളത്തരം മനസ്സിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നെന്ന് നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞു. ഇതിന്റെ ഇടയിൽ നമ്മുടെ സച്ചി പറഞ്ഞു, നീ ഒന്നുകൊണ്ട് പേടിക്കുമൊന്നും വേണ്ട, നീ പറഞ്ഞാൽ മതി സച്ചിയുടെ ഭാര്യയാണെന്ന്. ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. ഏതായാലും രേവതി സച്ചിയും കൂടെ നേരെ അമ്പലത്തിലേക്ക് ചെല്ലുന്നു. അമ്പലത്തിലേക്ക് ചെന്ന് ഇറങ്ങുന്നു. ഏതമ്പലത്തിലാ പോകുന്നത്? നമ്മുടെ ചന്ദ്രയും ശ്രുതിയും പോയ അതേ അമ്പലത്തില്. ഏതായാലും അവിടെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്, എടുത്തെടുത്ത് ആ ഒരു ഫൈനാൻസർ കിടന്ന് ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഫൈനാൻസർ ഉരുണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ ഭാമയും കണ്ടു. പക്ഷെ മുഖം കണ്ടില്ല കേട്ടോ. ഈ ഫൈനാൻസർ ആണോ എന്നും അറിയില്ല. ഈ ഫൈനാൻസറിന്റെ കയ്യിൽ നിന്ന് തന്നെയാണല്ലോ നമ്മുടെ ചന്ദ്രയും പൈസ മേടിച്ചിരിക്കുന്നത്. ഇയാളുടെ അടുത്ത് കുറെ പേര് വന്ന് പൈസയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പൈസ കൊടുക്കുന്ന കണ്ടോണ്ടേ ഭാമ പറഞ്ഞു, എടി ചന്ദ്രേ, ഇയാള് എന്തോ വലിയ സ്വാമിയാണെന്നാ തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്കും പോകാം. നമ്മളും കൊണ്ട് പൈസ കൊടുത്താൽ നമുക്കും പുണ്യം കിട്ടും. അതുകൊണ്ട് വാ, നമുക്കും പോകാന്ന് പറഞ്ഞു. ഏതായാലും ചന്ദ്രയും ഭാമയും കൂടെ ആ ഫൈനാൻസറിന്റെ അടുത്ത് പോകാൻ തുടങ്ങുകയാണ്. എന്ത് ചെയ്യാനാണ്, 2 മാസത്തെ പൈസ കൊടുക്കാൻ കിടക്കുന്നുണ്ട് ഫൈനാൻസർക്ക്. ഏതായാലും ഫൈനാൻസറിനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും. സച്ചിയും രേവതിയും അവിടെ വരും. പിന്നെ ആകെപ്പാടെ പ്രശ്നമാകും. ഏതായാലും ഈ പ്രശ്നം അതിരൂക്ഷമാകുമോ, എങ്ങനെ നമ്മുടെ ചന്ദ്ര രക്ഷപ്പെടും ഈ ഫൈനാൻസറിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കാത്തിരുന്ന് തന്നെ. ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.